ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എ ന്യൂ സെഷൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ മറ്റൊരു പുതിയ കൺസെപ്റ്റായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് നമുക്കൊന്ന് ഓർത്ത് നോക്കാം, ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കൂ. എൻഡോസ്പേം ആൻഡ് ഇറ്റ്സ് ടൈപ്സ് അല്ലേ. സൈഗോട്ട് എന്ന് പറയുന്ന ടേമിനെ പറ്റി പറഞ്ഞു. അതിനു മുമ്പ് പഠിച്ചത് ഡബിൾ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെൻറ്റ് തന്നെയാണ് നോക്കുന്നത്. അതിൽ എംബ്രിയോ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എൻഡോസ്പേം ആണ് ആദ്യം ഡിവൈഡ് ചെയ്യുക, എന്നിട്ടേ സൈഗോട്ടിൻ്റെ ഡിവിഷൻ നടന്നിട്ട് എംബ്രിയോ ഫോം ചെയ്യുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. സൈഗോട്ട് ഈസ് ഡോർമെൻറ്റ് ഫോർ സം ടൈംസ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഗോട്ട് വെയിറ്റ് ചെയ്യുകയാണ് for the endosperm to be developed. കാരണം എന്തുകൊണ്ടാണ്? to give assured nutrition to the embryo. എംബ്രിയോയ്ക്ക് ന്യൂട്രീഷൻ കിട്ടുന്നു എന്നുള്ളതിനുള്ള ഒരു ഷുവർട്ടി അവിടെ ഉണ്ടാവണം. അപ്പോൾ എൻഡോസ്പേം ആദ്യം ഡെവലപ്പ് ചെയ്യണം, എന്നിട്ടേ സൈഗോട്ടിൻ്റെ ഡിവിഷൻ നടക്കുള്ളൂ. അപ്പോഴാണ് നമ്മൾ എൻഡോസ്പേം ആൻഡ് ഇറ്റ്സ് ടൈപ്സ് പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത് എംബ്രിയോൻ്റെ ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ നമ്മളുടെ NCERT ടെക്സ്റ്റിൽ ഡൈക്കോട്ട് എംബ്രിയോ ആൻഡ് മോണോക്കോട്ട് എംബ്രിയോ പറയുന്നുണ്ട്. അതിൽ ആ സീക്വൻഷ്യൽ സ്റ്റേജസ് ഇൻ ദ കേസ് ഓഫ് ഡൈക്കോട്ട് എംബ്രിയോ ഡെവലപ്മെൻറ്റ് ഒരു 4 സ്റ്റേജസ് ആയിട്ടാണ് പറയുന്നത്. ആദ്യം പ്രോ എംബ്രിയോ സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്ലോബുലാർ സ്റ്റേജാണ്, തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഹാർട്ട് ഷേപ്ഡ് സ്റ്റേജ് ആയിട്ടാണ് പറയുന്നത്, നാലാമത്തെ സീക്വൻഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു മെച്യൂർ സ്റ്റേജ് ആയിട്ടാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾക്ക് പറയുന്നില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ഇവിടെ അതൊന്ന് ചെറിയ രീതിയിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. എന്നാലാണ് നിങ്ങൾക്ക് ആ ഒരു 4 സ്റ്റേജസിലൂടെ വരുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ഒരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഡൈക്കോട്ട് എംബ്രിയോയിലും ഡെവലപ്മെൻറ്റിലും മോണോക്കോട്ട് എംബ്രിയോ ഡെവലപ്മെൻറ്റിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഡൈക്കോട്ട് എംബ്രിയോ ഡെവലപ്മെൻറ്റ് കഴിയുമ്പോഴത്തേക്കും 2 കോട്ടിലിഡൻസ് ഡെവലപ്പ് ചെയ്യും. പക്ഷെ മോണോക്കോട്ട് എംബ്രിയോൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കോട്ടിലിഡനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഡൈക്കോട്ട് എംബ്രിയോ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഡൈക്കോട്ട് എംബ്രിയോ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ സൈഗോട്ട്. അപ്പോൾ സൈഗോട്ട് എന്ന് പറയുന്നത് ആ ഒരു സിംഗിൾ സെൽഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഇറ്റ് ഈസ് എ വൈറ്റൽ ലിങ്ക് ബിറ്റ്വീൻ 2 ജനറേഷൻസ് എന്നുള്ള കൺസെപ്റ്റൊക്കെ നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഇങ്ങനെ വരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ സൈഗോട്ട് undergoes divisions, mitotic division undergo ചെയ്യുന്നു to form 2 cells. ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ 2 സെല്ലായിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അത് ഒന്ന് ബേസൽ സെൽ എന്ന് പറയും, മറ്റൊന്ന് ടെർമിനൽ സെൽ എന്നാണ് പറയുക. അപ്പോൾ ബേസൽ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിലേക്ക് വരുന്ന സെല്ല്, ടെർമിനൽ അപ്പർ പാർട്ടിലേക്കുള്ള സെല്ല് എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാൻ പാടില്ല. കാരണം നമ്മൾ 3-4 ടൈപ്പ് ഓഫ് ഓവ്യൂളിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് അനാട്രോപ്പസ് ഓവ്യൂളാണ്. അത് ഇൻവേർട്ടഡ് ഓവ്യൂളിൻ്റെ കേസാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻവേർട്ടഡ് ഓവ്യൂൾ ആവുമ്പോൾ മൈക്രോപൈൽ ലോവർ പോർഷനിലേക്ക് വരും, ചെലാസൽ പാർട്ട് അപ്പർ പോർഷനിലേക്ക് വരും. പക്ഷെ നിങ്ങൾ ഓർത്തോട്രോപ്പസ് ഓവ്യൂൾ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഓവ്യൂൾ, ഇതൊരു ഓർത്തോട്രോപ്പസ് ഓവ്യൂളാണ്. അപ്പോൾ ഈ ഓവ്യൂളിൽ, ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഓവ്യൂളിൽ അതിൻ്റെ മൈക്രോപൈലാർ പാർട്ട് എന്ന് പറയുന്നത് ടെർമിനൽ പാർട്ടാണ്. അപ്പോൾ ഓവ്യൂളിൻ്റെ ഗിവൻസ് ഇങ്ങനെ സ്റ്റൈലസ്റ്റിഗ്മ വരുന്ന പോർഷനായിട്ട് വരികയാണ്. അപ്പോൾ ഇതാണ് ഓവ്യൂളിൻ്റെ പാർട്ട്. അപ്പോൾ അതിൻ്റെ മൈക്രോപൈലാർ പാർട്ട് എന്ന് പറയുന്നത് മുകളിലേക്കായിട്ടും ചെലാസൽ പാർട്ട് എന്ന് പറയുന്നത് ലോവർ പാർട്ടിലേക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ബേസൽ സെൽ, ടെർമിനൽ സെൽ എന്ന് പറയുമ്പോൾ മൈക്രോപൈലാർ പാർട്ടിലേക്ക് വരുന്ന ഭാഗത്തേക്ക് വരുന്നതായിരിക്കും ടെർമിനൽ സെല്ലായിട്ട് വരിക, ചെലാസൽ ഭാഗത്തേക്ക് വരുന്ന സെല്ലായിട്ടായിരിക്കും ബേസൽ സെൽ എന്ന് പറയുക. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഒരു പല രീതിയിൽ നമ്മൾക്ക് അത് വരും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് ഇങ്ങനെയാണ്, ബേസൽ സെൽ എന്ന് പറയുന്നത് എപ്പോഴും കാണപ്പെടുന്നത് ടുവേർഡ്സ് മൈക്രോപൈലാർ റീജിയൻ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കേസിൽ മൈക്രോപൈലാർ റീജിയനിലേക്ക് ഡിവൈഡ് ചെയ്ത് വിടുന്ന സെല്ല് ബേസൽ സെല്ലാണ്. ഇനി ടെർമിനൽ സെൽ എന്ന് പറയുന്നത് എവിടേക്ക് വരുന്നതായിരിക്കും? ചെലാസയുടെ പോർഷനിലേക്കായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചെലാസൽ പോർഷനിലേക്കായിരിക്കും ഏത് സെല്ല് കാണപ്പെടുന്നത്?
ടെർമിനൽ സെല്ല് കാണപ്പെടുന്നത്. അപ്പോൾ എപ്പോഴും ടെർമിനൽ സെൽ ടുവേർഡ്സ് ചെലാസൽ എൻഡ് ആൻഡ് ബേസൽ സെൽ എന്ന് പറയുന്നത് എവിടേക്കായിട്ട് വരും? മൈക്രോപൈലാർ എൻഡ്. അപ്പോൾ മൈക്രോപൈലാർ എൻഡ് ഈ ഭാഗത്തേക്കും ചെലാസൽ എൻഡ് എന്ന് പറയുന്നത് ഈ പോർഷനിലേക്കായിട്ടാണ് വരിക. അപ്പോൾ ബേസൽ സെൽ, ടെർമിനൽ സെൽ എന്നുള്ള രണ്ട് വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എങ്കിൽ പോലും നിങ്ങൾ ഓർക്കേണ്ടത് ബേസൽ സെൽ എന്ന് പറയുന്നത് എപ്പോഴും എവിടേക്കായിരിക്കും? മൈക്രോപൈലാർ പാർട്ടിലേക്ക്. ടെർമിനൽ സെൽ എവിടേക്കായിരിക്കും? ടുവേർഡ്സ് ചെലാസൽ എൻഡ്. ഇതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ബേസൽ സെൽ ആൻഡ് ടെർമിനൽ സെൽ. അതിൽ നോക്കൂ, ഈ ബേസൽ സെൽ ദെൻ അണ്ടർഗോസ് ഡിവിഷൻസ്. ട്രാൻസ്വേഴ്സ് ഡിവിഷനാണ് അവിടെ ഫോം ചെയ്യുന്നത്. അങ്ങനെ ട്രാൻസ്വേഴ്സ് ഡിവിഷൻ ഫോം ചെയ്തിട്ട് ലോങ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചറായിട്ട് ഫോം ചെയ്യും. ഈ സ്റ്റോക്ക് ലൈക്ക് ഒരു തണ്ട് മാതിരിയുള്ളൊരു സ്ട്രക്ചർ നീട്ടത്തിൽ ഇങ്ങനെയുള്ളൊരു സ്ട്രക്ചറിനെയാണ് എന്ത് പേര് പറയുന്നത്? സസ്പെൻസർ. ഇനി ആ സസ്പെൻസറിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന സെല്ല് കുറച്ച് വലുതായിരിക്കും. ദ സെൽ in the last of the suspensor will be a larger one. അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഹോസ്റ്റോറിയൽ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ബേസൽ സെൽ അണ്ടർഗോസ് ട്രാൻസ്വേഴ്സ് ഡിവിഷൻസ് ടു ഫോം എ സ്ട്രക്ചർ കോൾഡ് സസ്പെൻസർ എന്ന് പറയുന്നു. ആ സസ്പെൻസറിൻ്റെ ലാസ്റ്റ് വരുന്ന ഒരു സെല്ല് കുറച്ച് വലുതായിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ഹോസ്റ്റോറിയൽ സെൽ. അപ്പോൾ നമ്മൾ ബേസൽ സെല്ലിൻ്റെ കാര്യം എന്താണ് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ടെർമിനൽ സെൽ അവിടെ ബാക്കിയുണ്ട് അല്ലേ? ഇനി ആ ടെർമിനൽ സെല്ലിൻ്റെ ഫേറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ പറയുകയാണ്. ടെർമിനൽ സെൽ ഓൾസോ അണ്ടർഗോസ് ഡിവിഷൻ ടു ഫോം പ്രോ എംബ്രിയോ. അപ്പോൾ ടെർമിനൽ സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് ശരിക്കും ആ എംബ്രിയോ എന്ന് പറയുന്ന സ്ട്രക്ചറായിട്ട് മാറുക. അപ്പോൾ ഈ ടെർമിനൽ സെൽ അണ്ടർഗോസ് ആദ്യം 2 സെല്ലാവും, പിന്നെ അത് 4 സെൽ എന്നുള്ള രീതിയിൽ ഫോം ചെയ്യും. അപ്പോൾ ക്വാഡ്രൻ്റ് ആയിട്ടുള്ള സ്റ്റേജാണ് പ്രോ എംബ്രിയോ. ക്വാഡ്രൻ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇത് പ്രോ എംബ്രിയോ ആണ്. അതായത് ടെർമിനൽ സെൽ അണ്ടർഗോസ് ഡിവിഷൻസ് ടു ഫോം പ്രോ എംബ്രിയോ. ആദ്യം അത് 2 സെല്ലായിരിക്കും, പിന്നെ 4 ആവും. ഇതിനെ ക്വാഡ്രൻ്റ് സ്റ്റേജ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ട്രക്ചറായിട്ടാണ് ആദ്യം ഫോം ചെയ്യുക. എംബ്രിയോ ഇവിടെ ഉണ്ടാവുമായിരിക്കും. ആ എംബ്രിയോനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു നീളത്തിലുള്ളൊരു സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അതാണ് ഏതായിട്ട് പറയുന്നത്? സസ്പെൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ദിസ് പ്രോ എംബ്രിയോ, 4 സെൽഡ് ആയിട്ടുള്ള പ്രോ എംബ്രിയോ വീണ്ടും ഓരോ സെൽസും മൈറ്റോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്തുകൊണ്ട് അത് എത്ര സെല്ലായിട്ട് മാറും? 8 സെല്ലായിട്ട് മാറും. അതിനെ ഒക്ടൻ്റ് സ്റ്റേജ് എന്നാണ് പറയുക. 8 സെല്ല് വരുന്ന ഒരു സ്റ്റേജിനെ ഒക്ടൻ്റ് കണ്ടീഷൻ എന്നാണ് പറയുക. അപ്പോൾ പ്രോ എംബ്രിയോ. ഇനി നോക്കൂ, സസ്പെൻസറിൻ്റെ ഈ ഫസ്റ്റ് സെൽ, സസ്പെൻസർ തുടങ്ങുന്ന ആ ഒരു ഫസ്റ്റ് സെൽ ആൻഡ് നിയർ ടു ദി പ്രോ എംബ്രിയോ, ഈ ഒരു സെല്ല് കുറച്ചൊന്ന് വലുതായിട്ട് അതെന്തായിട്ട് വരികയാണ്? ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്ന ഒരു സെല്ലായിട്ട് ടേം ചെയ്യപ്പെടുകയാണ്. അതായത് പ്രോ എംബ്രിയോയുടെ തൊട്ട് വരുന്ന സസ്പെൻസറിൻ്റെ ആ ഒരു സെൽസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് സെൽ എന്ന് പറയുന്നത് കുറച്ചൊന്ന് വലുതാവും, അതൊന്ന് വേറിട്ട് നിൽക്കുന്ന സെല്ലാവും. അതാണ് എന്ത് പേരിൽ പറയുന്നത്? ഹൈപ്പോഫൈസിസ്. അപ്പം നെക്സ്റ്റ് സ്റ്റേജിൽ ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചറായിട്ട് മാറുകയാണ് ഹൈപ്പോഫൈസിസ്. അതോടുകൂടി എന്തും വരുന്നുണ്ട്? സസ്പെൻസറും വരുന്നുണ്ട്. പിന്നെയും ഇതിൽ മാറ്റങ്ങൾ വരികയാണ്. ഈ ഒക്ടൻ്റ് ആയിട്ടുള്ള പ്രോ എംബ്രിയോ അഗെയിൻ അണ്ടർഗോസ് ഡിവിഷൻ, പെരിക്ലൈനൽ ഡിവിഷൻ എന്നാണ് പറയുക. പാരലൽ ടു ദി ഓർഗൻ സർഫസിലേക്ക് വരുന്ന ഡിവിഷനെയാണ് എന്ത് പേര് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിക്ലൈനൽ ഡിവിഷൻ. അങ്ങനെ പെരിക്ലൈനൽ ഡിവിഷൻ നടക്കുമ്പോൾ ഇതിൽ ഔട്ടർ ഭാഗത്തേക്ക് സെൽസ് വരും, ഇന്നർ ലെയർ ആയിട്ട്. ഔട്ടർ ലെയർ ഓഫ് സെല്ലും ഇന്നർ ലെയർ ഓഫ് സെൽസ് ആയിട്ടുള്ള രീതിയിൽ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഔട്ടർ ലെയർ ഓഫ് സെൽ എന്നുള്ളത് എന്തായിട്ട് മാറുന്നതാണ്? ഡെർമറ്റജൻ എന്ന് പറയും. അത് പിന്നീട് ഡെർമറ്റജൻ ലെയർ ഓഫ് സെൽസ് എന്തായിട്ട് മാറും? എപ്പിഡേർമിസ്. അപ്പോൾ എപ്പിഡേർമിസ് ലെയർ ഫോം ചെയ്യാനുള്ള, എപ്പിഡേർമിസ് സ്ട്രക്ചർ ഫോം ചെയ്യാനുള്ള ലെയറാണ് ഈ ഔട്ടർ ലെയർ ഓഫ് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ
ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടല്ലോ, ഈ ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്ന സ്ട്രക്ചർ അണ്ടർഗോസ് ഡിവിഷൻ. അണ്ടർഗോസ് ഡിവിഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് നമ്മളിവിടെ ഒരു 8 സെല്ലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇത് ആ ഒരു ഡിവിഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആയിട്ടാണ് ഇവിടെ ഫോം ചെയ്യുക. പുറത്തേക്കും അകത്തേക്കും വരുന്ന രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആയിട്ടാണ് ഫോം ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ സ്കിമാറ്റിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഇങ്ങനെ വരച്ച് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആയിട്ടാണ് ഈ ഹൈപ്പോഫൈസിസ് സെൽസ് ഡിവൈഡ് ചെയ്തിട്ട് ഫോം ചെയ്യുക. അതിലുള്ള ഈ ഒരു ലോവർ ഹാഫ് എന്ന് പറയും, അതായത് ഈ സസ്പെൻസറിനോട് തൊട്ട് കിടക്കുന്ന ആ ഹാഫ്, സസ്പെൻസറിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ആ ഹാഫ് ഓഫ് സെൽസ് എന്തായിട്ട് ഫോം ചെയ്യാനുള്ളതാണ്? റൂട്ട് ക്യാപ്പ് ആൻഡ് റൂട്ട് ടിപ്പ്. ഇനി നോക്കൂ, ഈ ഒരു ഹാഫ്, നമ്മൾ ഈ ഒരു ഹാഫിൻ്റെ കാര്യമാണ് പറഞ്ഞത്, അത് റൂട്ട് ക്യാപ്പും റൂട്ട് ടിപ്പും ഫോം ചെയ്യുന്ന രീതിയിലേക്കുള്ള ആ ഒരു കണ്ടീഷനായിട്ടുള്ള സെൽസാണ് എന്നുള്ളതാണ്. റൂട്ട് ടിപ്പും റൂട്ട് ക്യാപ്പും ഫോം ചെയ്യാനുള്ള സെൽസാണ്, അതവർ മാറും അങ്ങനെ. ഇനി ഈ ഒരു ഹാഫ്, അപ്പർ ഹാഫ് നിയറസ്റ്റ് ടു ദി എംബ്രിയോ, അതായത് ഈ ഒരു എംബ്രിയോന് നിയറസ്റ്റ് ആയിട്ട് വരുന്ന ഹാഫ് ഓഫ് സെൽസ്, ഹൈപ്പോഫൈസിസ് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഹാഫ് ഓഫ് സെൽസ് എന്തായിട്ട് മാറും? റൂട്ട് കോർട്ടെക്സ്. അപ്പോൾ റാഡിക്കിളിൽ നിന്ന് റൂട്ട് ടിപ്പ്, റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ള റൂട്ടിൻ്റെ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നത് ഏത് ഭാഗത്ത് നിന്നാണ്? റാഡിക്കിൾ ഭാഗത്ത് നിന്നാണ്. അപ്പോൾ റാഡിക്കിൾ ഫോം ചെയ്യാനുള്ളൊരു കണ്ടീഷനാണ് അവിടെ ഉണ്ടാവുന്നത്. ഇനി ഈ എംബ്രിയോയുടെ സ്ട്രക്ചറിൽ ഈ ലോവർ ഹാഫ് എന്ന് പറയുന്ന ഈ ലോവർ ഹാഫ് ഓഫ് സെൽസ് എന്തായിട്ട് മാറും? ഹൈപ്പോകോട്ടൈൽ എന്ന് പറയുന്ന പോർഷനായിട്ട് മാറുകയാണ്. ഈ അപ്പർ ഹാഫ് എന്ന് പറയുന്നത്, ലോവർ ഹാഫ് ഹൈപ്പോകോട്ടൈൽ സ്ട്രക്ചറായിട്ട് മാറണം. ഈ അപ്പർ ഹാഫ് വരുന്ന സെൽസ് എന്തൊക്കെയായിട്ട് മാറും? പ്ലിയൂമ്യൂൾ പ്ലസ് കോട്ടിലിഡൻസ്. പ്ലിയൂമ്യൂളും കോട്ടിലിഡൻസ് ആയിട്ടുള്ള സ്ട്രക്ചറും ഫോം ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങോട്ട് ഇനിയും ഇതിൻ്റെ ഡിവിഷൻസ് വരും. നെക്സ്റ്റ് സ്റ്റേജിലെത്തുമ്പോഴത്തേക്കും അതൊരു ഹാർട്ട് ഷേപ്ഡ് സ്റ്റേജിലേക്ക് എത്തും. അപ്പോൾ നോക്കൂ, നമ്മൾ ഇത് എംബ്രിയോസാക്കാണ്. ഈ എംബ്രിയോസാക്കിൻ്റെ മൈക്രോപൈലാർ എൻഡിലാണ് സൈഗോട്ട് ഫോം ചെയ്യുക, അല്ലേ? മൈക്രോപൈലാർ എൻഡിലാണ് സൈഗോട്ട് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടായിരിക്കുക. ഈ സൈഗോട്ട് എന്ന് പറയുന്നത് 2 സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ബേസൽ സെൽ ടുവേർഡ്സ് മൈക്രോപൈലാർ പാർട്ട് ആൻഡ് ചലാസൽ എൻഡിലേക്ക് വരുന്നത് ടെർമിനൽ സെൽ. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുക? എംബ്രിയോ ഫോം ചെയ്യുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൽ എൻഡോസ്പേം ടിഷ്യൂ ഫോം ചെയ്തിട്ടുണ്ടാവും. ഈ എൻഡോസ്പേം ടിഷ്യൂ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഈ ബേസൽ പോർഷൻ സസ്പെൻസറായിട്ട് മാറും, ടെർമിനൽ പോർഷൻ എന്തായിട്ട് മാറും? എംബ്രിയോ ആയിട്ട് മാറും. അപ്പോൾ ഈ സസ്പെൻസർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പുഷസ് ദി എംബ്രിയോ ഡീപ്പ് ഇൻ ടു ദി എൻഡോസ്പേം. ആ എൻഡോസ്പേം ടിഷ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഈ എൻഡോസ്പേമിലേക്ക് ഈ എംബ്രിയോനെ ഇങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സ്ട്രക്ചറായിട്ടാണ് ഏതായിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻസർ. അപ്പോൾ വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് സസ്പെൻസർ? ടു പുഷ് ദി embryo into the developing endosperm or to push the embryo into the endosperm tissue to get nourishment to the embryo. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്. അടുത്ത സ്റ്റേജിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ഈ സ്റ്റേജിൽ നിന്നുള്ള നെക്സ്റ്റ് സ്റ്റേജാണ് ഇങ്ങനെയുള്ള സ്ട്രക്ചറായിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിനെ ഗ്ലോബുലാർ ഷേപ്ഡ് സ്റ്റേജ് എന്നാണ് പറയുന്നത്. കാരണം ഈ സസ്പെൻസറിനോട് തൊട്ട് കിടക്കുന്ന അല്ലെങ്കിൽ സസ്പെൻസറിൻ്റെ അറ്റത്ത് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സസ്പെൻസറിൻ്റെ ടെർമിനൽ പാർട്ടിൽ ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോന് ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് വരുന്നത്. അപ്പോൾ അതൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു മാസ് ഓഫ് സെൽസ് ആയിട്ട് അവിടെ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഗ്ലോബുലാർ ഷേപ്ഡ് സ്റ്റേജ്. അപ്പോൾ ഇനി ഈ ഗ്ലോബുലാർ ഷേപ്ഡ് സ്റ്റേജിൽ നിന്ന് ഈ പറയുന്ന സെൽസിൻ്റെ ഡിവിഷൻ നടന്നുകൊണ്ട് ഇങ്ങനെയുള്ളൊരു സ്ട്രക്ചറിലേക്ക് മാറ്റം വരികയാണ്. അതിന് ഹാർട്ട് ഷേപ്ഡ് സ്റ്റേജ്. അപ്പോൾ ഗ്ലോബുലാർ സ്റ്റേജിൽ നിന്ന് ഏത് സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുകയാണ്? ഹാർട്ട് ഷേപ്ഡ് സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ സസ്പെൻസർ ആസ് സച്ച്
ഇവിടെ ഉണ്ട്, പക്ഷെ ഞാനതിവിടെ വരച്ച് കാണിക്കുന്നില്ല. ഇത്രയും പോർഷൻ്റെ ഡിവിഷൻ മാത്രമായിട്ടൊന്ന് എടുത്ത് കാണിക്കുകയാണ്. അപ്പം നമ്മൾ ഈ സസ്പെൻസറിനോട് തൊട്ട് കിടക്കുന്ന ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്ന സെൽസ് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഹാഫ് സെല്ല് റൂട്ട് കോർട്ടെക്സ് ആയിട്ട് മാറും, ഒരു ഹാഫ് സെല്ല് റൂട്ട് ടിപ്പ് ആൻഡ് റൂട്ട് ക്യാപ്പ് വരുന്ന റീജിയനായിട്ട് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഈ സെൽസ് ഡിവൈഡ് ചെയ്യുകയും, അപ്പോൾ ഇത് ഇനി നെക്സ്റ്റ് ചേഞ്ച് വരുമ്പോൾ ഇവിടുത്തെ സെൽസ് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ളൊരു സ്ട്രക്ചറായിട്ട് മാറുകയാണ്. അതാണ് എന്തായിട്ട് പറയുന്നത്, റാഡിക്കൽ സ്ട്രക്ചറായിട്ടും പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹാഫിൽ ഡിവിഷൻ നടന്നുകൊണ്ട് ഇങ്ങനെയുള്ള റാഡിക്കൽ എന്ന് പറയുന്ന സ്ട്രക്ചറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റൂട്ട് കോർട്ടെക്സും റൂട്ട് ടിപ്പ് റൂട്ട് ക്യാപ്പ് വരുന്ന റീജിയൻ ഒരു മാസ് ഓഫ് സെൽസ് ആയിട്ടുള്ള രീതിയിൽ ഫോം ചെയ്യും, റാഡിക്കൽ പോർഷൻ. അതിൽ നിന്നാണ് ഈ പറയുന്ന സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുക. ഇനി നമ്മൾ ഈ എംബ്രിയോയിൽ ഈ ലോവർ ഹാഫ് ഓഫ് സെല്ല് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് എന്ത് ഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞു, ഹൈപ്പോകോട്ടൈൽ റീജിയൻ ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഈ ലോവർ ഹാഫ് ഓഫ് സെല്ലിലും ഡിവിഷൻ നടന്നുകൊണ്ട് സെൽസിൻ്റെ ആ ഒരു എണ്ണം ഇൻക്രീസ് ചെയ്യും, അത് ഹൈപ്പോകോട്ടൈൽ റീജിയൻ. ഇനി അപ്പർ ഹാഫ് ഓഫ് സെല്ല് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് പ്ലൂമ്യൂൾ ആൻഡ് കോട്ടിലിഡൻ ഫോം ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ അപ്പർ ഹാഫ് ഓഫ് സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അപ്പർ ഹാഫ് ഓഫ് സെല്ല് എൻഡോസ്പേമിൻ്റെ ഉള്ളിൽ ഡിവിഷൻ നടക്കുമ്പോഴത്തേക്കും അത് രണ്ട് കോട്ടിലിഡൻസ് ആയിട്ട് ഫോം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ രണ്ട് പോർഷനിൽ രണ്ട് വശത്തേക്കായിട്ടാണ് ഡിവിഷൻ വരിക. അപ്പം അങ്ങനെ വരുമ്പോൾ അതിനൊരു ഹാർട്ട് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു നേച്ചർ അവിടെ വരികയാണ് വിത്ത് പ്ലൂമ്യൂൾ ഓൾസോ. പ്ലൂമ്യൂളും അപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്, പ്ലൂമ്യൂൾ പാർട്ടും അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഹാർട്ട് ഷേപ്ഡ് സ്റ്റേജായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഈ ഹാർട്ട് ഷേപ്ഡ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് എംബ്രിയോ സാക്ക് ആയിട്ടാണ് പറയുന്നത് അല്ലേ. എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചറിൽ ആൻറ്റിപോഡൽ സെൽസും മൈക്രോപൈലാർ എൻഡിലാണ് എന്ത് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇത് മൈക്രോപൈലാർ എൻഡാണെന്നുണ്ടെങ്കിൽ ഈ മൈക്രോപൈലാർ എൻഡിലാണ് സൈഗോട്ട് ഫോം ചെയ്യുക, എഗ്ഗ് ഫ്യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ അവിടെ ഡിവിഷൻ നടന്നുകൊണ്ടാണ് ഇപ്പം നമ്മൾ പറയുന്ന സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നത്. അതായത് സസ്പെൻസർ, സ്റ്റോക്ക് ആയിട്ടുള്ള നീളത്തിലുള്ള ഒരു സ്ട്രക്ചറായിട്ടുള്ള സസ്പെൻസർ ഫോം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അതിൽ എൻഡോസ്പേം ടിഷ്യൂ ഫോം ചെയ്തിട്ടുണ്ട്. ഈ എൻഡോസ്പേം ടിഷ്യൂ ഫോം ചെയ്യുമ്പോൾ ഈ എൻഡോസ്പേം ടിഷ്യൂവിലേക്ക് ഈ എംബ്രിയോനെ പുഷ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ സസ്പെൻസറിൻ്റെ ഫങ്ഷനായിട്ട് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഇത് ബേസൽ സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നത്. ടെർമിനൽ സെല്ല് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് എന്ത് ഫോം ചെയ്തിട്ടുള്ളത്, എംബ്രിയോ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലോബുലാർ മാസ് ഓഫ് സെല്ലിൽ നിന്ന് ഈ ഒരു എംബ്രിയോൻ്റെ ആ ഒരു ഡിവിഷൻ വരുമ്പോൾ പിന്നീട് അത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഹാർട്ട് ഷേപ്ഡ് സ്റ്റേജിലേക്ക് മാറുന്നു. അപ്പോൾ ഈ ഹാർട്ട് ഷേപ്ഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ രണ്ട് വശത്തേക്കുമായിട്ടൊരു മാസ് ഓഫ് സെൽസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ പതുക്കനെ ഇതിൻ്റെ ഉള്ളിലുള്ള സ്പേസ് നിറയുന്നൊരു രീതി വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ രണ്ട് കോട്ടിലിഡനും ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യും. ആ ബെൻഡ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഈ ഒരു കോട്ടിലിഡൻ ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോട്ടിലിഡൻ എങ്ങനെ ബെൻഡ് ചെയ്യുകയാണ്, ഇങ്ങനെ ബെൻഡ് ചെയ്ത് വരികയാണ്. അതോടൊപ്പം തന്നെ ഈ കോട്ടിലിഡനും ബെൻഡ് ചെയ്യും. അപ്പോൾ ഈ കോട്ടിലിഡൻ ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന രീതിയിലുള്ളൊരു സ്ട്രക്ചറായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ഒരു കോട്ടിലിഡൻ ഈ വശത്തേക്ക് ബെൻഡ് ചെയ്യുന്നു, ഈ ഒരു കോട്ടിലിഡൻ്റെ പോർഷൻ ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നു. ഹൈപ്പോകോട്ടൈൽ ആൻഡ് റാഡിക്കൽ ആസ് സച്ച് അവിടെ അങ്ങനെ ഫോം ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ട്രക്ചർ ലേറ്റർ മാറ്റം വരുമ്പോൾ ഈ ഒരു രീതിയിലുള്ള സ്ട്രക്ചറായിട്ട് ഫോം ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു സ്ട്രക്ചറായിട്ടാണ് വരും. ഇതൊരു കോട്ടിലിഡൻ, ഈ ഒരു പോർഷൻ കോട്ടിലിഡൻ എന്ത് ഫോം ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടിലിഡൻ ഫോം ചെയ്യുന്നു വിത്ത് പ്ലൂമിൾ. അപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഈ രണ്ട് കോട്ടിലിഡൻസും ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള സ്ട്രക്ചറായിട്ട് മാറുകയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ട്രക്ചറാണ് അതിൽ നിന്ന് ഫോം ചെയ്യുന്നത്. ഏകദേശം ഇതിനൊരു ഹോഴ്സ് ഷൂ ഷേപ്ഡ് സ്റ്റേജ് എന്നാണ് പറയുന്നത്, ടോർപീഡോ സ്റ്റേജ് എന്നൊക്കെ പറയാറുണ്ട്
അപ്പോൾ ഇത് രണ്ട് കോട്ടിലിഡൻസ്, ഈ രണ്ട് കോട്ടിലിഡൻസ് ആയിട്ടാണ് വരുന്നത്. ഇവിടെയുള്ള പ്ലൂമ്യൂൾ പോർഷനാണ്. അതോടൊപ്പം തന്നെ ഇത് റാഡിക്കൽ പോർഷനായിട്ടുള്ള ആ റാഡിക്കൽ പോർഷനും ഹൈപ്പോകോട്ടൈൽ വരുന്ന റീജിയനുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നുള്ള മാറ്റമാണ് ഇങ്ങനെയുള്ള ആയിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും കോട്ടിലിഡൻസ് ആണ്. ദിസ് ടു ആർ കോട്ടിലിഡൻസ് അല്ലേ? ഇത് രണ്ടും ഏതായിട്ടാണ് വരുന്നത്? കോട്ടിലിഡൻസ്. രണ്ട് കോട്ടിലിഡൻസ് ആണ്. ഡൈകോട്ടിലിഡൻസിൽ രണ്ട് കോട്ടിലിഡൻ ആണല്ലോ വരിക. അപ്പോൾ എൻഡോസ്പേം ഒക്കെ അപ്പോഴത്തേക്കും തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് റിസർവ് ഫുഡ് മെറ്റീരിയൽ കരുതി വയ്ക്കുക. ഈ രണ്ട് കോട്ടിലിഡൻസ് ആണ്. റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ആർ സ്റ്റോർഡ് ഇൻ ദി കോട്ടിലിഡൻസ് ബിക്കോസ് ഇൻ ദിസ് കേസ് എൻഡോസ്പേം ഇസ് completely consumed by the developing embryo. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് കോട്ടിലിഡൻസ്. ദെൻ ഇത് റാഡിക്കൽ പോർഷൻ വിത്ത് റൂട്ട് ടിപ്പ്, റൂട്ട് ക്യാപ്പ്. റാഡിക്കൽ പോർഷനിൽ വരുന്നത് റൂട്ട് ഫോം ചെയ്യുന്നതാണ്. റൂട്ട് ടിപ്പ്, റൂട്ട് ക്യാപ്പ്, റൂട്ട് കോർട്ടെക്സ് ഫോം ചെയ്യുന്ന ആ ഒരു കംപ്ലീറ്റ് റീജിയൻ ഇതിൽ വരും എന്നുള്ളതാണ്. ദെൻ ഹൈപ്പോകോട്ടൈൽ റീജിയൻ, എപ്പികോട്ടൈൽ, ദെൻ പ്ലൂമ്യൂൾ പാർട്ട്. ഇങ്ങനെയുള്ള സ്ട്രക്ചറാണ് ഏതിന് വരുന്നത്? ഡൈക്കോട്ട് എംബ്രിയോയ്ക്ക് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇത് ഒന്ന് അതിൻ്റെ രണ്ട് കോട്ടിലിഡൻസും പ്ലൂമ്യൂൾ, റാഡിക്കൽ, എപ്പികോട്ടൈൽ, ഹൈപ്പോകോട്ടൈൽ വരുന്ന പോർഷൻ ജസ്റ്റ് നമുക്കൊന്ന് സ്കിമാറ്റിക് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ഇത് എംബ്രിയോൻ്റെ സ്ട്രക്ചറാണ് വിത്ത് പ്ലൂമ്യൂൾ ആൻഡ് റാഡിക്കൽ. അപ്പോൾ ഇതിങ്ങനെ വരയ്ക്കാൻ കാരണം എംബ്രിയോ എന്ന് പറയുന്നത് ചെറിയൊരു സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചറാണ്, ചെറിയൊരു തണ്ട് മരത്തെ സ്ട്രക്ചർ. ഇപ്പോൾ നമ്മൾ കടല അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രൗണ്ട് നട്ട്, അപ്പം നമ്മൾ കപ്പലണ്ടി വാങ്ങിയിട്ട് കഴിക്കാൻ നേരത്ത് അത് തുറന്നു നോക്കുമ്പോൾ രണ്ട് കോട്ടിലിഡൻസിൻ്റെ ഭാഗമായിരിക്കും അതിലുണ്ടാവുക അല്ലേ? അതിൽ ഏറ്റവും അതിൻ്റെ ആ ഒരു സെൻറ്ററിലായിട്ട് ചെറിയ ഒരു തണ്ട് മരത്തെ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാം, ചെറിയൊരു പോർഷൻ. അതാണ് ശരിക്കും എംബ്രിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ എംബ്രിയോ എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് എ സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ വിത്ത് പ്ലൂമ്യൂൾ ആൻഡ് റാഡിക്കൽ. അതിനോട് കണക്റ്റഡ് ആയിട്ടാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ഈ രണ്ട് കോട്ടിലിഡൻസ് കണക്ട് ചെയ്ത് കാണും. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഒരു സ്ട്രക്ചറായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് കോട്ടിലിഡൻസ് വരുന്നു, പ്ലൂമ്യൂൾ, റാഡിക്കൽ പോർഷൻ, ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എംബ്രിയോണൽ സ്റ്റോക്കാണ് അല്ലെങ്കിൽ എംബ്രിയോണൽ ആക്സസ് ആയിട്ട് വരുന്ന ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ എംബ്രിയോ ആണ്. അതിനോട് കണക്റ്റഡ് ആയിട്ട് രണ്ട് കോട്ടിലിഡൻസ് വരും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കോട്ടിലിഡൻസ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു cotyledons. അപ്പോൾ the dicot embryo consists of two cotyledons and this is the embryonal axis which have plumule and radicle. അപ്പോൾ പ്ലൂമ്യൂൾ ഷൂട്ട് സിസ്റ്റം ഫോം ചെയ്യുന്നതാണ്, റാഡിക്കൽ റൂട്ട് സിസ്റ്റം ഫോം ചെയ്യുന്ന സ്ട്രക്ചറാണ്. ഓക്കെ, ഇനി ഈ രണ്ട് കോട്ടിലിഡൻസ് വന്ന് ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോർഷൻ ഉണ്ട്, ഇതിനെ കോട്ടിലിഡനറി, ഈ ഒരു ഭാഗത്തിനെ നമ്മൾക്ക് കോട്ടിലിഡനറി നോഡ് എന്ന് പറയാം. കോട്ടിലിഡനറി നോഡ്. അപ്പോൾ നോക്കൂ, ഈ കോട്ടിലിഡനറി നോഡിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന റീജിയൻ, ദ റീജിയൻ അബൌവ് ദി അറ്റാച്ച്മെൻറ്റ് ഓഫ് കോട്ടിലിഡൻസ്, അല്ലെങ്കിൽ ബിറ്റ്വീൻ ആ പ്ലൂമ്യൂൾ പോർഷൻ അല്ലെങ്കിൽ ആ പ്ലൂമ്യൂൾ ടിപ്പ് പോർഷൻ ആൻഡ് ദി അറ്റാച്ച്മെൻറ്റ് ഓഫ് കോട്ടിലിഡൻ, ഇതിൻ്റെ ഇടയിൽ വരുന്ന പോർഷനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? എപ്പികോട്ടൈൽ പോർഷൻ എന്ന് പറയും. അപ്പോൾ വാട്ട് ഈസ് എപ്പികോട്ടൈൽ? എപ്പികോട്ടൈൽ എന്ന് പറയുന്ന റീജിയൻ ഏതാണ്? ദ റീജിയൻ ഇൻ ബിറ്റ്വീൻ പ്ലൂമ്യൂൾ ആൻഡ് കോട്ടിലിഡനറി നോഡ്, ഓർ ജസ്റ്റ് ദ പോർഷൻ ജസ്റ്റ് അബൌവ് ദി കോട്ടിലിഡൻസ്, കോട്ടിലിഡൻസിന് മുകളിൽ ആ ഒരു റീജിയൻ എപ്പികോട്ടൈൽ എന്ന് പറയും. പ്ലൂമ്യൂൾ പോർഷൻ്റെ ഭാഗം തന്നെയാണ്, പക്ഷെ ആ ഒരു ചെറിയൊരു പോർഷനെ നമ്മൾ, ചെറിയൊരു റീജിയനെ, എക്സാക്ട്ലി പ്ലൂമ്യൂൾ വരുന്ന പ്ലൂമ്യൂൾ തന്നെയാണ്, പക്ഷെ ആ ഒരു ചെറിയൊരു റീജിയനെ നമ്മൾ എന്ത് പേര് പറയുന്നു? എപ്പികോട്ടൈൽ. ആക്ച്വലി പ്ലൂമ്യൂൾ തന്നെ. അതേമാതിരി തന്നെ ഈ കോട്ടിലിഡൻസിന് തൊട്ട് താഴെ വരുന്ന റീജിയൻ, ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഹൈപ്പോകോട്ടൈൽ. ഹൈപ്പോകോട്ടൈൽ, ബിലോ ദി കോട്ടിലിഡൻസ്. അപ്പോൾ ദ പോയിന്റ് അല്ലെങ്കിൽ ദ പോർഷൻ just below the level of attachment of cotyledons. The portion just below the level of attachment of cotyledons
ഇസ് കോൾഡ് ഹൈപ്പോകോട്ടൈൽ റീജിയൻ. ആക്ച്വലി റാഡിക്കൽ തന്നെ, പക്ഷെ റാഡിക്കലിനും കോട്ടിലിഡൻസിൻ്റെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് പോർഷനും ഇടയിൽ വരുന്ന ചെറിയൊരു ഭാഗത്തിനെ നമ്മൾ എന്ത് പേര് പറയും? ഹൈപ്പോകോട്ടൈൽ. But actually dicot embryo consists of two cotyledons, embryonal axis with a plumule, radical, epicotyle region and a hypocotyle region. അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഡൈക്കോട്ട് എംബ്രിയോൻ്റെ സ്ട്രക്ചറായിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് ടെക്സ്റ്റിലുള്ള ഡൈക്കോട്ട് എംബ്രിയോ ഡെവലപ്മെൻറ്റിൻ്റെ ആ ഒരു സീക്വൻഷ്യൽ സ്റ്റേജസിൻ്റെ ഡയഗ്രാം ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് ചെറിയ രീതിയിലുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ്. അപ്പോൾ ഈ സ്റ്റേജസ് പറയുമ്പോൾ എങ്ങനെയാണ് ആ സ്റ്റേജസിലൂടെ അത് കടന്നു പോകുന്നത് എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുത്തത്. അപ്പോൾ ടെക്സ്റ്റിലുള്ള ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻസ് ഈ രീതിയിലാണ് വരുന്നത്. അതെങ്ങനെയാണെന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ എംബ്രിയോ സാക്കിൽ ഫെർട്ടിലൈസേഷൻ, ഡബിൾ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഉള്ള സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് സൈഗോട്ടാണ്. അപ്പോഴത്തേക്കും സൈനർജിറ്റ്സ് ഗെറ്റ്സ് ഡീജനറേറ്റഡ്, ആൻറ്റിപോഡൽ സെൽസ് ഓൾസോ ഗെറ്റ്സ് ഡീജനറേറ്റഡ്. ആൻഡ് ഇൻ ദ സെൻറ്റർ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് is seen which is triploid in nature. Then primary endosperm nucleus undergoes divisions to form endosperm tissue. Then only the zygote undergoes division. അപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു സൈഗോട്ട് അണ്ടർഗോസ് ഡിവിഷൻ ടു ഫോം ടു സെൽസ്, ടുവേർഡ്സ് മൈക്രോപൈലാർ എൻഡ് ആൻഡ് ടുവേർഡ്സ് ചെലാസൽ എൻഡ്. മൈക്രോപൈലാർ എൻഡിലേക്ക് വരുന്നതാണ് സസ്പെൻസർ ഫോം ചെയ്യുന്നത്. ചെലാസൽ എൻഡിലേക്ക് കാണുന്നതാണ് എന്ത് ഫോം ചെയ്യുന്നത്? എംബ്രിയോ ഫോം ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, സസ്പെൻസർ ഫോം ചെയ്തിട്ടുണ്ട്, 2 സെല്ലായിട്ട് ഫോം ചെയ്തു. ഇത് മൈക്രോപൈലാർ റീജിയൻ, ചെലാസൽ റീജിയൻ എന്നാണ് CM എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സസ്പെൻസർ ഫോം ചെയ്തു, ചെലാസൽ റീജിയനിലേക്ക് ഏത് സ്ട്രക്ചർ, എന്ത് സെൽ എന്ത് ഫോം ചെയ്തു? എംബ്രിയോ ഫോം ചെയ്തു. ആൻഡ് ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് പ്രോ എംബ്രിയോ സ്റ്റേജ്. ഈ പ്രോ എംബ്രിയോ സ്റ്റേജിൽ നിന്നാണ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എത്തുന്നത് ഗ്ലോബുലാർ എംബ്രിയോ സ്റ്റേജ്. ഒരു മാസ് ഓഫ് സെൽസ് ആയിട്ടാണ് നിങ്ങൾക്കിതിൽ കാണുന്നത്. ഈ ഗ്ലോബുലാർ എംബ്രിയോ സ്റ്റേജിൽ നിന്നാണ് ഏത് സ്റ്റേജിലേക്ക് എത്തുന്നത്? ഹാർട്ട് ഷേപ്ഡ് സ്റ്റേജിലേക്ക് എത്തുന്നത്. ഹാർട്ട് ഷേപ്ഡ് സ്റ്റേജിൽ നിന്ന് വീണ്ടും ഡിവിഷൻസ് നടന്നിട്ട് മെച്യൂർ സ്റ്റേജിലേക്ക് എത്തുന്നു. കൺസിസ്റ്റ് ഓഫ് 2 കോട്ടിലിഡൻസ്, പ്ലൂമ്യൂൾ, റാഡിക്കൽ പോർഷൻ, കോട്ടിലിഡൻസ് എക്സെട്ര. അപ്പോൾ ഇതാണ് മെച്യൂർ സ്റ്റേജ് ആയിട്ട് പറയുന്നത്, ഡൈക്കോട്ട് എംബ്രിയോൻ്റെ മെച്യൂർ സ്റ്റേജസ്. അപ്പം നമുക്ക് ഒരു ആ സീക്വൻഷ്യൽ സ്റ്റേജസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഇവിടെ സീക്വൻഷ്യൽ സ്റ്റേജസ് ഇൻ ദി ഡൈക്കോട്ട് എംബ്രിയോ ഡെവലപ്മെൻറ്റ്. സീക്വൻഷ്യൽ സ്റ്റേജസ് ഇൻ ദി ഡൈക്കോട്ട് എംബ്രിയോ ഡെവലപ്മെൻറ്റ്. ഇൻ ദി ഡൈക്കോട്ട് എംബ്രിയോ ഡെവലപ്മെൻറ്റ് ഏതൊക്കെയായിരിക്കും സീക്വൻഷ്യൽ സ്റ്റേജസ് പറയുന്നത്? ഫസ്റ്റ് സ്റ്റേജ് ഏതായിരിക്കും? ഫസ്റ്റ് സ്റ്റേജ് ഈസ് പ്രോ എംബ്രിയോ സ്റ്റേജ് അല്ലേ? സെക്കൻഡ് സ്റ്റേജ് ഏതായിരിക്കും? ഗ്ലോബുലാർ സ്റ്റേജ് എന്ന് പറയും. സെക്കൻഡ് സ്റ്റേജ് ഏതാണ്? ഗ്ലോബുലാർ സ്റ്റേജ്. തേർഡ് സ്റ്റേജ് ഏതാണ്? ഹാർട്ട് ഷേപ്ഡ് സ്റ്റേജ്. ഹാർട്ട് ഷേപ്ഡ് സ്റ്റേജ്. ലാസ്റ്റ് സ്റ്റേജ് ഓർ ഫോർത്ത് സ്റ്റേജ് ഏതാണ്? മെച്യൂർ സ്റ്റേജ് എന്ന് പറയും. ആക്ച്വലി അതൊരു ഹോഴ്സ് ഷൂ ഷേപ്ഡ് സ്റ്റേജ് ആണ്, പക്ഷെ നമുക്ക് അതൊരു മെച്യൂർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സ്ട്രക്ചറായിട്ട് ഫോം ചെയ്തത് കൊണ്ടാണ് അതിന് എന്ത് പേര് പറയുന്നത്? മെച്യൂർ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാനുള്ളത് മോണോകോട്ട് എംബ്രിയോൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. ഇത്രയും നേരം നമ്മൾ നോക്കിയത് ഏത് എംബ്രിയോ ഡെവലപ്മെൻ്റ് ആയിരുന്നു? ഡൈക്കോട്ട് എംബ്രിയോ ഡെവലപ്മെൻറ്റ് അല്ലേ? നെക്സ്റ്റ് മോണോകോട്ട് എംബ്രിയോ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡി നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നില്ലെങ്കിലും നമുക്ക് ആ ഒരു ചെറിയ രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനിലൂടെ കടന്നു പോയാൽ മാത്രമേ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ മോണോകോട്ട് എംബ്രിയോ ഡെവലപ്മെൻറ്റ്. മോണോകോട്ട് എംബ്രിയോ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട്സ് വിത്ത് സൈഗോട്ട് ഫോർമേഷൻ അല്ലേ? സൈഗോട്ട്, 2N ആയിട്ടുള്ള undergoes divisions to form 3 cells.
അപ്പോൾ ഡൈക്കോട്ട് എംബ്രിയോയിൽ നിന്ന് വ്യത്യാസമായിട്ട് ഡൈക്കോട്ട് എംബ്രിയോ നിങ്ങൾ റീകോൾ ചെയ്ത് നോക്കൂ. ഡൈക്കോട്ട് എംബ്രിയോ നമ്മൾ ഡിവിഷൻ തുടങ്ങിയപ്പോൾ സൈഗോട്ട് അണ്ടർഗോസ് ഡിവിഷൻ ടു ഫോം 2 cells അല്ലേ, ബേസൽ സെൽ ആൻഡ് ടെർമിനൽ സെൽ. ടെർമിനൽ സെൽ ടുവേർഡ്സ് ടെലാസൽ പാർട്ട് ആൻഡ് ബേസൽ സെൽ ടുവേർഡ്സ് മൈക്രോപൈലാർ പാർട്ട്, അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഗോട്ട് അണ്ടർഗോസ് ഡിവിഷൻ ആദ്യം 2 സെല്ലായിട്ട് ഫോം ചെയ്യും. ആ 2 സെല്ലിൽ ഒരു സെല്ല് മാത്രം പിന്നീട് ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ 3 സെൽസ് ആയിട്ടുള്ള രീതിയിൽ ഫോം ചെയ്യും. മോണോകോട്ട് എംബ്രിയോൻ്റെ മോണോകോട്ട്ലിഡൻസ് വിഭാഗത്തിൽ സൈഗോട്ടിൻ്റെ ആ ഡിവിഷൻ തുടങ്ങുമ്പോൾ അപ്പോൾ 3 സെൽസ് ആയിട്ടുള്ള രീതിയിൽ വരും. അതിലൊന്ന് ബേസൽ സെൽ മൈക്രോപൈലാർ ഭാഗത്തേക്ക്, അതാണ് ഞാനിവിടെ എം എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. മൈക്രോപൈലാർ പാർട്ടിലേക്കുള്ളത് ബേസൽ സെൽ, ടുവേർഡ്സ് ചെലാസൽ പാർട്ട്, ടുവേർഡ്സ് ചെലാസൽ പാർട്ട്, ടുവേർഡ്സ് ചെലാസൽ പാർട്ട് ടെർമിനൽ സെൽ ആൻഡ് എ മിഡിൽ സെൽ. ഇങ്ങനെയുള്ള 3 സെൽസാണ് ഫോം ചെയ്യുന്നത്. ഈ ബേസൽ സെൽ നമ്മൾക്ക് ഈ ഒരു റെഡ് കളറിലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ബേസൽ സെൽ എന്ന് പറയുന്നത് ഒരു ഒന്നും കൂടി എൻലാർജ് ചെയ്ത് ഒരു വലിയ സെല്ലായിട്ട് തന്നെ ഫോം ചെയ്യും. അത് ആ നറിഷ്മെൻറ്റ് അബ്സോർബ് ചെയ്യാനായിട്ടുള്ളൊരു സെല്ലായിട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ബേസൽ സെല്ലിന് പിന്നീട് വലിയൊരു ഫങ്ഷൻ അതിൽ വരുന്നില്ല. പിന്നീട് മിഡിൽ സെല്ലിൽ ഡിവിഷൻസ് നടന്നിട്ടാണ് എംബ്രിയോൻ്റെ എല്ലാ സ്ട്രക്ചേഴ്സും ഫോം ചെയ്ത്. ദാറ്റ് മീൻസ് പ്ലൂമ്യൂൾ, റാഡിക്കൽ, എപ്പികോട്ടൈൽ, ഹൈപ്പോകോട്ടൈൽ ആൻഡ് ഈവൻ സസ്പെൻസർ പോലും ഫോം ചെയ്യുന്നത് ഏത് സെല്ലിൻ്റെ ഡിവിഷൻ വഴിയാണ്? മിഡിൽ സെല്ലിൻ്റെ ഡിവിഷൻ വഴിയാണ്. ഇനി ബാക്കി വരുന്നത് ടെർമിനൽ സെല്ലാണ് അല്ലേ, ടുവേർഡ്സ് ടെലാസൽ എൻഡ് വരുന്ന ടെർമിനൽ സെൽ. ആ ടെർമിനൽ സെൽ ഡിവൈഡ് ചെയ്തിട്ടാണ് അതിൽ നിന്ന് എന്ത് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്? കോട്ടിലിഡൻസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ 3 സെൽസ്, അതിൽ ബേസൽ സെൽ somewhat enlarges in size and absorbs the nourishment എന്നുള്ളതാണ്. അതാണ് അതിനൊരു ചെറിയൊരു ഫങ്ഷനായിട്ട് പറയുന്നത്. ടെർമിനൽ സെൽ അണ്ടർഗോസ് ഡിവിഷൻ ടു ഫോം കോട്ടിലിഡൻ. മോണോകോട്ടിലിൻ്റെ കേസിൽ സിംഗിൾ ആയിട്ടുള്ളൊരു കോട്ടിലിഡൻ ആണ് ഉണ്ടാകുന്നത്. ഒറ്റ കോട്ടിലിഡനാണ് ഫോം ചെയ്യുന്നത്. അത് ഫോം ചെയ്യുന്നത് ടെർമിനൽ സെല്ലിൽ നിന്നാണ്. എംബ്രിയോൻ്റെ പാർട്സ്, എംബ്രിയോ എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്ലൂമ്യൂൾ, റാഡിക്കൽ, എപ്പികോട്ടൈൽ പോർഷൻ, റാഡിക്കൽ, ഹൈപ്പോകോട്ടൈൽ പോർഷൻ അല്ലേ, ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സാണ് എംബ്രിയോൻ്റെ വരുന്നത്. അത് ഫോം ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഫ്രം മിഡിൽ സെൽ. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ പിന്നീട് സെൽ ഡിവിഷൻ വഴി ഫോം ചെയ്യുന്നത് ഈ രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ്. അതായത് ഇങ്ങനെ സെൽസ് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഈ രീതിയിലുള്ള ഒരു സ്ട്രക്ചറായിട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത് റൂട്ടിൻ്റെ റാഡിക്കൽ ഫോം ചെയ്യുന്ന റൂട്ടിൻ്റെ ഭാഗവും പ്ലൂമ്യൂൾ ഫോം ചെയ്യുന്ന ഷൂട്ട് സിസ്റ്റത്തിൻ്റെ ഭാഗവും വരുന്ന ആ എംബ്രിയോണൽ ആക്സിസ് ഈ ഒരു രീതിയിലാണ് ഫോം ചെയ്യുക. ഇനി അതിൽ തന്നെ ഈ ഒരു റാഡിക്കലിൻ്റെ പോർഷൻ കവർ ചെയ്തുകൊണ്ട് ഒരു ക്യാപ് ലൈക്ക് സ്ട്രക്ചറായിട്ടുള്ള കോളിയോറൈസ ഫോം ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ പ്ലൂമ്യൂളിൻ്റെ ആ ഒരു ടെർമിനൽ പോർഷൻ കവർ ചെയ്തുകൊണ്ട് ക്യാപ് ലൈക്ക് സ്ട്രക്ചർ കോളിയോപ്റ്റൈൽ. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് മോണോകോട്ട് സീഡിൻ്റെയും അല്ലെങ്കിൽ ഡൈക്കോട്ട് സീഡിൻ്റെയും സ്ട്രക്ചർ പഠിച്ചപ്പോൾ ഈ ടേംസ് ഒക്കെ ആയിട്ട് നമ്മൾ ഫെമിലിയർ ആണ് അല്ലേ. അപ്പോൾ എംബ്രിയോ എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിൻ്റെ പ്ലൂമ്യൂൾ പോർഷൻ കവേർഡ് ബൈ കോളിയോപ്റ്റൈൽ, റാഡിക്കൽ പോർഷൻ കവേർഡ് ബൈ കോളിയോറൈസ. ഇനി അതിൽ തന്നെ ഈ ടെർമിനൽ സെൽ ചേഞ്ചസ് ഇൻ ടു കോട്ടിലിഡൻസ് എന്ന് പറഞ്ഞു. ടെർമിനൽ സെല്ല് എന്തായിട്ട് മാറുന്നു? സിംഗിൾ കോട്ടിലിഡനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇങ്ങനെയുള്ളൊരു സിംഗിളായിട്ടുള്ളൊരു പേപ്പറി ആയിട്ടുള്ള ഒരൊറ്റ കോട്ടിലിഡനായിട്ടുള്ള സ്ട്രക്ചറായിട്ടാണ് ഫോം ചെയ്യുന്നത്. അതിനെയാണ് സ്ക്യൂട്ടെല്ലം എന്ന് പറയുന്നത്. വൺ കോട്ടിലിഡൻ ആൻഡ് ദാറ്റ് കോട്ടിലിഡൻ പേരിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പേര് വരുന്നത് എന്താണ്? സ്ക്യൂട്ടെല്ലം എന്ന് പറയും.
അപ്പോൾ ഇങ്ങനെ ഇതിൽ തന്നെ ചെറിയ ഒരു സസ്പെൻസർ, കുറച്ച് ഭാഗം സെൽസ് എങ്ങനെയായിട്ട് മാറുന്നു, സസ്പെൻസർ പോർഷനായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മിഡിൽ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് പ്ലൂമ്യൂൾ പോർഷൻ, റാഡിക്കൽ പോർഷൻ, സസ്പെൻസർ, ഈ ഒരു ചെറിയ കുറച്ചൊരു മാസ് ഓഫ് സെൽസ് ആയിട്ടാണ് ഏത് ഫോം ചെയ്യുന്നത്, സസ്പെൻസർ ഫോം ചെയ്യുന്നത്. അത് ഇപ്പോൾ ഡൈക്കോട്ട് എംബ്രിയോ ഡെവലപ്മെൻറ്റിൽ വരുന്ന ലോങ് ആയിട്ടുള്ളൊരു സസ്പെൻസർ അല്ല, ചെറിയൊരു മാസ് ഓഫ് സെല്ലായിട്ടുള്ള രീതിയിലെ സസ്പെൻസർ അതിൽ വരുന്നുള്ളൂ. ആൻഡ് വാട്ട് ഇസ് ദ ഫങ്ഷൻ ഓഫ് സസ്പെൻഷൻ ഇൻ ദ കേസ് ഓഫ് what is the function of suspensor in the case of dicot embryo? To push the embryo into the endosperm tissue. അപ്പോൾ ആ സസ്പെൻസർ എന്ന് പറയുന്നത് ചെറിയൊരു മാസ് ഓഫ് സെൽസ് ആയിട്ട് ഇതിൽ ഫോം ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സെൽസിൻ്റെ ഡിവിഷൻ ഫോം ചെയ്തിട്ട് ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ഫോം ചെയ്യുക. ഇതൊരു കോട്ടിലിഡൻ, ഇത് എംബ്രിയോണൽ ആക്സിസ് എന്നുള്ള രീതിയിൽ വരികയാണ്. ഇനി ഇതിൽ ഈ ഒരു പോർഷൻ കോട്ടിലിഡൻസ് ഫോം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കോട്ടിലിഡൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു കോട്ടിലിഡൻ, ഒറ്റ കോട്ടിലിഡൻ വരുന്ന പോർഷനാണിത്. ഇവിടെ ഈ പ്ലൂമ്യൂൾ പോർഷൻ, റാഡിക്കൽ പോർഷൻ്റെ ആ ഒരു ഭാഗത്തായിട്ട്, ഈ ഒരു ഭാഗത്തായിട്ടാണ് കോട്ടിലിഡൻ എന്ത് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാച്ച് ചെയ്തത്. ഇത് കോട്ടിലിഡനറി നോഡ് പോർഷനായിട്ട് വരികയാണ്. അതായത് ഈ എംബ്രിയോനോട് കൂടി ഈ കോട്ടിലിഡൻ വന്ന് അറ്റാച്ച് ചെയ്യുന്ന പോർഷനാണ് കോട്ടിലിഡനറി നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ മാത്രമായിട്ട് നമ്മൾക്ക് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ലേറ്റർ സസ്പെൻസറും അതേമാതിരി തന്നെ ബേസൽ സെല്ലും ഒക്കെ ഡീജനറേറ്റ് ചെയ്ത് പോവും. അപ്പോൾ ഈ ഒരു പോർഷൻ മാത്രമായിട്ട് നമ്മൾക്ക് ഇങ്ങോട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കാണാം ഇത് എംബ്രിയോണൽ ആക്സിസ് ആണ്. ആ എംബ്രിയോണൽ ആക്സിസിൻ്റെ പ്ലൂമ്യൂൾ പോർഷൻ, റാഡിക്കൽ പോർഷൻ. റാഡിക്കൽ പോർഷൻ ഇസ് കവേർഡ് ബൈ കോളിയോറൈസ, പ്ലൂമ്യൂൾ പോർഷൻ ഇസ് കവേർഡ് ബൈ കോളിയോപ്റ്റൈൽ. അതിനോട് കണക്റ്റഡ് ആയിട്ട് ഒരൊറ്റ കോട്ടിലിഡൻ സ്ക്യൂട്ടെല്ലം. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു മോണോകോട്ട് സീഡിൻ്റെ ഉള്ളിൽ കാണുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ മെയ്സ് സീഡ്, MAIZ, മെയ്സ്, ചോളം, അത് ഈ ഒരു ഷേപ്പിലാണ് മെയ്സ് സീഡിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ മെയ്സ് സീഡിൻ്റെ സ്ട്രക്ചറിൻ്റെ ഒരു എംബ്രിയോണൽ ആക്സിസ് എന്ന് പറയുന്നത് എംബ്രിയോ കാണപ്പെടുന്നത് ടുവേർഡ്സ് വൺ സൈഡ് ഓഫ് ദി ആ ഒരു മെയ്സ് സീഡിൻ്റെ സ്ട്രക്ചറിൻ്റെ ഒരു വശത്തേക്കായിട്ടാണ് ഏത് കാണുന്നത്, ഈ പറയുന്ന എംബ്രിയോണൽ ആക്സിസ് വിത്ത് സിംഗിൾ കോട്ടിലിഡൻ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി പോർഷൻ, മേജർ പോർഷൻ ഇസ് ഓക്യുപ്പൈഡ് ബൈ എൻഡോസ്പേം ടിഷ്യൂ. Major portion of the monocot seed in the case of maize is occupied by endosperm tissue. ഈ എൻഡോസ്പേം ടിഷ്യൂവിനൊരു ഔട്ടർ ലെയർ ഓഫ് പ്രോട്ടീൻ ലെയർ വരുന്നുണ്ട്. അതിനെയാണ് എന്ത് പേര് പറയുന്നത്, അല്യൂറോൺ ലെയർ. എൻഡോസ്പേം ടിഷ്യൂ ഇസ് സറൗണ്ടഡ് ബൈ എ പ്രോട്ടീൻ ലെയർ, ഔട്ടർ പ്രോട്ടീൻ ലെയർ കോൾഡ് അല്യൂറോൺ ലെയർ. ആൻഡ് ടുവേർഡ്സ് എ സൈഡ്, towards the base of the seed, towards the base of the seed lies the embryonal axis with a single cotyledon. ഇങ്ങനെയാണ് ഏതിൻ്റെ സ്ട്രക്ചറായിട്ട് വരുന്നത്, മോണോകോട്ട് സീഡിൻ്റെ ഉള്ളിലുള്ള എംബ്രിയോവിൻ്റെ സ്ട്രക്ചറായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ അപ്പോൾ ഈ സ്ക്യൂട്ടെല്ലത്തിൻ്റെ ഫങ്ഷൻ എന്താണ് എന്നുള്ളതാണ്, കോട്ടിലിഡൻ്റെ ഫങ്ഷൻ എന്താണ് എന്നുള്ളതാണ്. ഈ എൻഡോസ്പേമിൽ നിന്നുള്ള ന്യൂട്രിയൻസ് ഈ കോട്ടിലിഡൻസിലൂടെയാണ് അബ്സോർബ് ചെയ്തിട്ട് ഏതിലേക്ക് എത്തുന്നത്, ഈ പറയുന്ന എംബ്രിയോയിലേക്ക് എത്തുന്നത്. അപ്പോൾ എൻഡോസ്പേം ടിഷ്യൂസിലുള്ള നറിഷ്മെൻറ്റ് ഏതിലൂടെയാണ്, അബ്സോർബ് ചെയ്തിട്ടാണ് എംബ്രിയോയ്ക്ക് കൊടുക്കുന്നത്, ഈ കോട്ടിലിഡൻ അബ്സോർബ് ചെയ്തിട്ടാണ് ആർക്ക് കൊടുക്കുന്നത്, എംബ്രിയോയ്ക്ക് കൊടുക്കുന്നത്. കോട്ടിലിഡനിൽ ഫുഡ് മെറ്റീരിയൽ ഒന്നും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവില്ല മോണോകോട്ടിൻ്റെ കേസിൽ, പക്ഷേ എൻഡോസ്പേമിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഫുഡ് മെറ്റീരിയൽ ഈസ് അബ്സോർബ്ഡ് ത്രൂ ദിസ് കോട്ടിലിഡൻ ടു ദി എംബ്രിയോ. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് മോണോകോട്ട് എംബ്രിയോ, ഇറ്റ് കൺസിസ്റ്റ്, ഇൻ ദ കേസ് ഓഫ് മോണോകോട്ട് embryo, it consists of embryonal axis with plumule and radical.
Plumule is covered by a cap structure called coleoptile. Radical portion is covered by a cap-like structure called coleorhiza. And it consists of a single plate-like cotyledon called scutellum. അപ്പോൾ ഇത് കോട്ടിലിഡനറി നോഡാണെന്ന് പറഞ്ഞു അല്ലേ. ഈ കോട്ടിലിഡനറി നോഡ് വരുമ്പോൾ ഇത് കോട്ടിലിഡൻ അറ്റാച്ച് ചെയ്യുന്ന പോർഷനാണ്. അപ്പോൾ അബൌവ് ദി കോട്ടിലിഡനറി നോഡൽ പോർഷൻ, ദി പോർഷൻ അല്ലെങ്കിൽ ദ റീജിയൻ അബൌവ് ദി കോട്ടിലിഡൻസ് വരുന്നത് എപ്പികോട്ടൈൽ എന്ന് പറയും. ദ പോർഷൻ ബിലോ ദി ലെവൽ ഓഫ് കോട്ടിലിഡൻസ് അല്ലെങ്കിൽ ബിലോ ദി ലെവൽ ഓഫ് അറ്റാച്ച്മെൻറ്റ് ഓഫ് കോട്ടിലിഡൻസ്, the portion below the level of attachment of cotyledons എന്തായിട്ട് പറയും? ഹൈപ്പോകോട്ടൈൽ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഡൈക്കോട്ട് എംബ്രിയോ ആൻഡ് മോണോക്കോട്ട് എംബ്രിയോ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ആ ഡൈക്കോട്ട് എംബ്രിയോ ഡെവലപ്മെൻറ്റിൽ അതിൻ്റെ സീക്വൻഷ്യൽ സ്റ്റേജസ് 4 സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഈസ് പ്രോ എംബ്രിയോ സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ഈസ് globular stage, third stage is heart shaped stage, and fourth stage is mature embryo stage. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് മോണോക്കോട്ട് എംബ്രിയോ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈഗോട്ടിൻ്റെ ഡിവിഷൻ വന്നിട്ട് 3 സെൽസ് ഫോം ചെയ്യുന്നതും അതിലുള്ള മിഡിൽ സെല്ലിൽ നിന്നാണ് ആ എംബ്രിയോൻ്റെ എല്ലാ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നതും എന്നുള്ള ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മോണോക്കോട്ട് എംബ്രിയോവിൻ്റെ കേസിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എംബ്രിയോണൽ ആക്സിസ് വിത്ത് ദ പ്ലൂമ്യൂൾ ആൻഡ് റാഡിക്കൽ. പ്ലൂമ്യൂൾ covered by coleoptile, radical covered by coleorhiza, and it consists of only one cotyledon called a scutellum in the case of monocot embryo. Now we can see the difference between dicot embryo and monocot embryo. In the case of dicot embryo, basal cell forms a 6 to 10 celled suspensor. അതിൻ്റെ അർത്ഥം വലിയ ഒരു ലോങ് ആയിട്ടുള്ള സസ്പെൻസർ ആണ് ഏതിൽ കാണുന്നത്? ഡൈക്കോട്ട് എംബ്രിയോ ഡെവലപ്മെൻറ്റിൽ കാണുന്നത്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് മോണോക്കോട്ട് എംബ്രിയോ, ബേസൽ സെൽ ഫോംസ് എ സിംഗിൾ സെൽഡ് സസ്പെൻസർ. മോണോക്കോട്ട് എംബ്രിയോ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ചെറിയ ഒരു സസ്പെൻസറാണ് ഏതിൻ്റെ കേസിൽ ഫോം ചെയ്യുന്നത് എന്ന് പഠിച്ചു. മോണോക്കോട്ട് എംബ്രിയോൻ്റെ കേസിൽ ഫോം ചെയ്യുന്നത്. സെക്കൻഡ് ഡിഫറൻസ്, ഇറ്റ് ഹാസ് 2 cotyledons. Dicot embryo possesses 2 cotyledons. And in the case of monocot embryo, it possesses only a single cotyledon. And it is called a scutellum. And the third difference, plumule is terminal and lies in between the 2 elongated cotyledons. നമ്മൾ പഠിച്ചു കഴിഞ്ഞു 2 cotyledons, and in between that 2 cotyledons, this plumule portion is seen, or embryonal axis is seen with the plumule and radical. But the plumule is in between the 2 elongated cotyledons. But in the case of monocot embryo, plumule appears lateral, ഒരു വശത്തേക്കായിട്ട്, lateral due to the excessive growth of single cotyledon. അതിൻ്റെ ആ ഒരു സിംഗിൾ കോട്ടിലിഡൻ്റെ ഗ്രോത്ത് വരുമ്പോഴത്തേക്കും എംബ്രിയോ ലാറ്ററൽ സൈഡിലേക്ക് പുഷ് ചെയ്യപ്പെടുകയാണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇന്നലത്തെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ മെയ്സ് ഗ്രെയിനിൻ്റെ സ്ട്രക്ചർ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇങ്ങനെയുള്ളൊരു സ്ട്രക്ചർ. അതിൽ ഇറ്റ് ഈസ് surrounded by endosperm tissue. Most portion is occupied by endosperm and it is surrounded by protein layer, alluron layer പഠിച്ചു. എന്നിട്ട് ഈ ഒരു ലാറ്ററൽ സൈഡിലേക്കാണ് ഏത് കണ്ടിരുന്നത്? നമ്മൾ എംബ്രിയോ വിത്ത് പ്ലൂമ്യൂൾ ആൻഡ് റാഡിക്കിൾ കണ്ടിരുന്നത് അല്ലേ? അതിനോട് കൂടെ ഒരു കോട്ടിലിഡനും നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഈ എംബ്രിയോ, ദിസ് ഇസ് എംബ്രിയോണൽ ആക്സിസ്, ദിസ് ഇസ് എംബ്രിയോ. ആ എംബ്രിയോൻ്റെ പ്ലൂമ്യൂൾ പോർഷൻ എന്ന് പറയുന്നത്, embryo consists of plumule and radical. Plumule portion is seen towards a side. അതാണ് ലാറ്ററൽ പോർഷനിൽ കാണുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയെങ്കിലും ചെറിയ ഡിഫറൻസുകൾ ഏതിൻ്റെ കേസിൽ ഓർത്ത് വയ്ക്കുക? ബിറ്റ്വീൻ ഡൈക്കോട്ട് എംബ്രിയോ ആൻഡ് മോണോക്കോട്ട് എംബ്രിയോ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മോണോക്കോട്ട് എംബ്രിയോ ഡെവലപ്മെൻറ്റ്, ഡൈക്കോട്ട് എംബ്രിയോ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്,
ഡൈക്കോട്ട് എംബ്രിയോ ഡെവലപ്മെൻറ്റിൽ വരുന്ന സീക്വൻഷ്യൽ സ്റ്റേജസ് ഏതൊക്കെയാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഡൈക്കോട്ട് എംബ്രിയോ ആൻഡ് മോണോക്കോട്ട് എംബ്രിയോ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത സെഷനിൽ നമ്മൾക്ക് പുതിയൊരു കൺസെപ്റ്റുമായിട്ട് ജോയിൻ ചെയ്യാം. അതുവരെ ബൈ ബൈ.